ഹായ് REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ഇപ്പോൾ കൂടെയുള്ളത് KTMൻ്റെ Gen 3 Duke 250 ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ന്യൂസിനെ പറ്റിയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്പോഴത്തെ പോലെ KTMൻ്റെ ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. KTMൻ്റെ Enduro 390 R&S ഒക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് ഏപ്രിൽ 11-ാം തീയതി ലോഞ്ച് ആവുന്നത്, അതായത് മറ്റന്നാൾ ലോഞ്ച് ആവുന്നതാണ്. എന്തായാലും അതിൻ്റെ സ്പെക്ക് ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഓഫ്കോഴ്സ് അറിയാമല്ലോ, നമ്മുടെ KTM Duke 390 വരുന്ന സിമിലർ ആയിട്ടുള്ള എഞ്ചിനാണ്. അതേ സിമിലർ സസ്പെൻഷനാണ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ. പിന്നെ സീറ്റ് ഹൈറ്റിലൊക്കെ നല്ല ഹൈറ്റുള്ള സീറ്റാണ്. ലൈക്ക് 853 mm സംതിങ് ആണ് എൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ആദ്യമായിട്ടാണ് KTMൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നത്. എന്തായാലും ഒരു പ്രോപ്പർ ഒരു ഫണ്ണായിരിക്കും ആ എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ. എന്തായാലും വരട്ടെ. ഏപ്രിൽ 11-ാം തീയതി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ നോക്കുമ്പോൾ നമുക്കൊരു സാഡ് ന്യൂസ് എന്ന് പറയാൻ സാധിക്കുമോ എന്തോ, ബിക്കോസ് BMW തന്നെ 310 GS അതേപോലെ തന്നെ 310 R ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. ഒരു 7 വർഷത്തെ കാലാവധിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ ഒരു ഡിസ്കണ്ടിന്യൂഷൻ വരുന്നത്. ബിക്കോസ് സെയിൽസൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. BMW സൈഡിൽ തന്നെ RR 310 GS അതേപോലെ 310 R ആയിരുന്നു BMW ലൈനപ്പിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ BMW ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നിപ്പോൾ 2 മോട്ടോർ സൈക്കിൾ ഡിസ്കണ്ടിന്യൂ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ട്രയംഫിൻ്റെ സൈഡിൽ നിന്ന് 2 എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾസ് അൺവീൽ ചെയ്തിട്ടുണ്ട്. ട്രയംഫിൻ്റെ TF 250 അതേപോലെ തന്നെ TF 450 എന്നീ 2 എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾസ് ആണ് അൺവീൽ ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങൾ ആദ്യമേ പറയാം. ഡിസൈൻ വൈസ് 2 സിമിലർ ആണ് വരുന്നത്. ഒരു 21 ഇഞ്ച് സ്പോക്ക് വീൽസ് ആണ് ഫ്രണ്ടിൽ, റിയർ സൈഡ് ഒരു 18 ഇഞ്ച് സ്പോക്ക് വീൽസ് ആണ്. പിന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലുമിനിയം ഷാസിയാണ് വരുന്നത്, അതുകൊണ്ടൊക്കെ തന്നെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ TF 250 വരുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ 250cc എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പവർ ഫിഗേഴ്സ് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ പെട്ടെന്ന് മറന്നു. എന്തായാലും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 450 വരുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ 450cc എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്തായാലും പറഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാണാനൊക്കെ അത് ഭീകര ലുക്കാണ്. പിന്നെ ട്രയംഫിൻ്റെ സൈഡിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഡ്രോപ്പ് ഒന്നും വരുന്നില്ല കേട്ടോ. അത്യാവശ്യം കിട്ടില്ല ഡിസൈൻ ആൻഡ് ക്വാളിറ്റിയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നോക്കുമ്പോൾ ന്യൂസ് പറയാനുള്ള ഒരു എക്സൈറ്റിംഗ് ന്യൂസാണ്. നമ്മുടെ ഫെറാറിയുടെ സൈഡിൽ നിന്ന് ഫെറാറിയുടെ ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്റർ ബാംഗ്ലൂരിൽ തന്നെ ഹൊസൂറിലെ ഒരു വില്ലേജിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ഫെറാറി ഓണേഴ്സിനൊക്കെ ഓഫ്കോഴ്സ് നമുക്ക് അധികം ഒന്നും ദൂരം പോകേണ്ടിയില്ല. തൊട്ടടുത്തുള്ള ബാംഗ്ലൂർ തന്നെ നമുക്ക് ഓതറൈസ്ഡ് ടെക്നീഷ്യൻ്റെ അടുത്ത് തന്നെ കൊടുത്ത് സർവീസ് ചെയ്ത് എടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ അബ്രോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെറാറി കാർസൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ട് അബ്രോഡൊക്കെ പോയിട്ട് വരാം. അവർ തന്നെ കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ്സ്, കാറൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ടെസ്റ്റ് ഡ്രൈവ്സും അവൈലബിൾ ആയിരിക്കും. എന്നിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫെറാറിയുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെൻറ്റർ കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ബജാജിൻ്റെ സൈഡിൽ നിന്നാണ് ബജാജിൻ്റെ NS 160 പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ABS ഉണ്ടല്ലോ, ABSൻ്റെ ഇൻ്റർവെൻഷൻ അവർ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ 3 റൈഡിംഗ് മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റോഡ്, റെയിൻ അതേപോലെ തന്നെ ഓഫ് റോഡ്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു സ്വിച്ച് നമ്മുടെ ഹാൻഡിൽ ബാർ സ്വിച്ചസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബജാജിൻ്റെ പൾസർ NS 200 ഉണ്ടല്ലോ, NS 200 അതിൻ്റെ ഒരു പുതിയൊരു ബേസ് വേരിയൻറ്റുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പഴയ ടെലസ്കോപ്പിക് സസ്പെൻഷൻ അതേപോലെ തന്നെ സിംഗിൾ ചാനൽ ABSും ആയിട്ടാണ് ഈ ഒരു NS 200 വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിൽ നല്ലൊരു കട്ട് കൊണ്ടുവരുന്നതായിരിക്കും. NS 200 പെർഫോമൻസിലൊന്നും ഒരു കുറവുമില്ല, അതേ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ആകെ കൂടെ ചേഞ്ച് വന്നിരിക്കുന്ന ഈ സസ്പെൻഷൻ ആൻഡ് ഈ ABSൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു എക്സൈറ്റിംഗ് ന്യൂസായിട്ട് പറയാൻ സാധിക്കും. നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ 650cc പ്ലാറ്റ്ഫോമിൽ 6ാമത്തെ മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞൊരു നമ്മുടെ ക്ലാസിക് 650 കുറിച്ച് തന്നെയാണ് കേട്ടോ. ഒരു 3,35,000 rupees എക്സ്ഷോറൂം പ്രൈസിനാണ് ഈ ഒരു ക്ലാസിക് 650 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രൈസിങ് ആണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് 650cc ഒരു പ്രൈസിങ് അത്യാവശ്യം നല്ലതാണ്. ക്ലാസിക് ബൈക്സും അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ അധികം അവൈലബിൾ അല്ലാത്തതാണ് ഒരു 650cc പ്ലാറ്റ്ഫോമിൽ. പിന്നെ കാണാനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മുടെ ക്ലാസിക്സ് 350 ഒക്കെ തന്നെയാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും അതിൻ്റെ റൈഡ് റിവ്യൂവിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അടുത്ത വരുന്ന ന്യൂസ് ഒരു ഹാപ്പി ന്യൂസ് അല്ല കേട്ടോ. ബിക്കോസ് NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സംതിങ് ഉണ്ടല്ലോ, അവരുടെ നമ്മുടെ NH ടോൾ പാസ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 5% ഓഫ് ഇൻക്രീസ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി ടോളിലേക്ക് 100 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് നിങ്ങളൊരു 105 രൂപ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ കൂടുതലും കൊടുക്കേണ്ടി വരും അക്കോർഡിംഗ് ടു ദ ടോൾ പ്ലാസ. അതൊക്കെ തന്നെയാണ് ഒരു സാഡ് ന്യൂസ് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഹാപ്പി ന്യൂസ് നമ്മുടെ ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്നാണ്. ബിക്കോസ് ഡുക്കാട്ടിയുടെ ഫസ്റ്റ് എവർ മോട്ടോക്രോസ് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ആയിട്ടുണ്ട്.
ഡുക്കാട്ടി ഡെസ്മോ 450 MX ആണ്. MX എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. കാണാനൊക്കെ അതിഭീകര ലുക്കാണ് കേട്ടോ. ഇതിൽ വരുന്നത് ഒരു 450cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. പവർ ഫിഗേഴ്സും അതിഭീകരമാണ്. ലൈക്ക് ഒരു 64 bhp, അതേപോലെ തന്നെ 53.5 Nm ഓഫ് ടോർക്കാണ് ഈ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അഫ്കോഴ്സ് ഡുക്കാട്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് അതേപോലെ തന്നെ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നിറച്ചുകൊണ്ടാണ് വരുന്നത്. ലൈക്ക് ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്, എഞ്ചിൻ ബ്രേക്കിംഗ് കൺട്രോൾ അവൈലബിൾ ആണ്, ലോഞ്ച് കൺട്രോൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 2 റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് മോഡ്, പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു റൈഡിംഗ് മോഡ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിഭീകര മോട്ടോർ സൈക്കിൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് സ്പോക്ക് വീൽസ് വരുന്നത് ഒരു 21 ഇഞ്ചും, റിയർ സൈഡ് ഒരു 19 ഇഞ്ച് സ്പോക്ക് വീൽസും ആണ് വരുന്നത്. അങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ പുതിയ ഡുക്കാട്ടിയുടെ ഡെസ്മോ 450 MX വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ആഴ്ചത്തെ ന്യൂസ് എന്നൊക്കെ പറയാനായിട്ട്. എക്സൈറ്റിംഗ് ന്യൂസസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അല്ലാതെ കുറേ ന്യൂസസ് ഉണ്ട്. ലൈക്ക് ഈ കാർസിൻ്റെ പ്രൈസ് കുറഞ്ഞു, ബൈക്സിൻ്റെ പ്രൈസ് ഇടിഞ്ഞു, അങ്ങനെയൊക്കെ കുറേ ന്യൂസ് ഉണ്ട്. പക്ഷെ അതൊന്ന് ആഡ് ചെയ്യുക, അതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ചത്തെ ന്യൂസിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.